ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദല്ലാഹി. അമ്മാ ബഅദ്. സ്നേഹാദരണീയരായ സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെയും അതിൻ്റെ ഉപഘടകങ്ങളുടെയും നേതാക്കളെ, പ്രവർത്തകരെ, സഹൃദയരായ നാട്ടുകാരെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ കഴിഞ്ഞ 6 മാസക്കാലം ഇരിട്ടി മണ്ഡലത്തിൻ്റെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നടത്തിവന്ന ദഅ്വാ പ്രവർത്തനങ്ങളുടെ ഒരു പരിസമാപ്തി എന്ന നിലക്ക്, ഇതൊരു സമാപനമല്ല. ഞങ്ങളുടെ മണ്ഡലം ജനറൽ സെക്രട്ടറി ബഹുമാന്യനായ ഷംസുക്ക അദ്ദേഹത്തിൻ്റെ സ്വാഗത ഭാഷണത്തിൽ പറഞ്ഞിരുന്നു, ഇത് അവസാനമല്ല, തുടർച്ചയുണ്ടാകേണ്ട മഹാദൗത്യത്തിൻ്റെ ഒരൊത്തുകൂടൽ മാത്രമാണ് ഈ ഒരു സമ്മേളനം. കഴിഞ്ഞ ഏപ്രിൽ 21 ഇരിട്ടി M2H ഓഡിറ്റോറിയത്തിൽ തിങ്ങി നിറഞ്ഞ സദസ്സിനെ സാക്ഷിയാക്കിക്കൊണ്ട് ബഹുമാന്യനായ CP സലീം അവർകൾ തുടക്കം കുറിച്ച ഈ പ്രയാണം, ആ സമ്മേളനത്തിൽ വെച്ചാണ് ഇങ്ങനെയൊരു ഫാമിലി അവൈക്കനിങ് കോൺഫറൻസിൻ്റെ പ്രഖ്യാപനം നടക്കുന്നത്. വളരെ കൃത്യമായ ലക്ഷ്യത്തോടെയും ആസൂത്രണത്തോടെയും കൂടിയാണ് ഞങ്ങൾ ഈ പരിപാടിക്ക് തുടക്കം കുറിച്ചത്. കേവലം ഒരു ദിവസം ഒരുപാട് ആൾക്കാരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഒരു സമ്മേളനം നടത്തി പെരുമ നടിച്ച് പിരിഞ്ഞു പോകുക എന്നതിലപ്പുറം സമൂഹം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാതലായ പ്രശ്നങ്ങളെ ധൈര്യപൂർവം അഭിസംബോധന ചെയ്യുകയും അതിന് അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകന്റെ സുന്നത്തും വരച്ചു കാണിക്കുന്ന പരിഹാര നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായി സമൂഹത്തിന് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇങ്ങനെയൊരു ഫാമിലി അവൈക്കനിങ് കോൺഫറൻസിനെ ഇരിട്ടി മണ്ഡലം വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ആസൂത്രണം ചെയ്തത്. നമുക്കറിയാം, അതിൻ്റെ തുടർച്ചയായി അന്നത്തെ ഏപ്രിൽ 21 തുടർച്ചയായി നമ്മുടെ മണ്ഡലത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ ഇതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നു. വളരെ കൃത്യമായ ആസൂത്രണത്തോടെ ജനങ്ങളിലേക്ക് നേരിട്ടിറങ്ങിച്ചെന്നുകൊണ്ട്, വ്യക്തികളെ നേരിട്ട് കണ്ടുകൊണ്ട്, അവരോട് സൗഹൃദം പങ്കിട്ടുകൊണ്ട് ഇന്ന് സമൂഹം അനുഭവിക്കുന്ന വിവിധ വിഷയങ്ങളുടെ ആധിയും ആശങ്കയും പരസ്പരം പങ്കുവെച്ചുകൊണ്ട് പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞ് പെരുപ്പിച്ചു കാട്ടി അവരുടെ മനസ്സിലുള്ള ഭയാശങ്കകൾ വർദ്ധിപ്പിക്കുക എന്നതിനപ്പുറം കൃത്യമായ പരിഹാര മാർഗങ്ങൾ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നുണ്ട്. ആ പരിഹാര മാർഗങ്ങളിലേക്ക് നമ്മളെല്ലാവരും ഒത്തൊരുമയോടുകൂടി, ഒരേ മനസ്സോടുകൂടി, ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകണമെന്ന് സമൂഹത്തെ ഉണർത്തി. അതിൻ്റെ ഭാഗമായി വിവിധ പൊതുപ്രഭാഷണങ്ങൾ, അയൽക്കൂട്ടങ്ങൾ, വിജ്ഞാനവേദികൾ, വനിതാ സംഗമങ്ങൾ, വിദ്യാർത്ഥി സംഗമങ്ങൾ എന്ന് തുടങ്ങി സമൂഹവുമായി നേരിട്ടിടപെട്ടുകൊണ്ട് അവരിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മഹത്തായ വിജയമായിരുന്നു. ഈ ഒരു സമ്മേളനത്തെ നോക്കിയല്ല ഞങ്ങൾ പറയുന്നത്, മറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് ഞങ്ങൾക്ക് നാനാഭാഗത്തു നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അഹങ്കാരത്തിൻ്റെ യാതൊരു വാക്കും, ഒരു ചിന്ത പോലും കടന്നു വരരുതേ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് തന്നെയാണ് വളരെ അഭിമാനത്തോടു കൂടി ഇത് പറയുന്നത്. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ബഹുമാന്യനായ ജനറൽ സെക്രട്ടറി പറഞ്ഞ വാക്ക് ഞങ്ങൾക്ക് നൽകുന്ന സന്തോഷം ചില്ലറയല്ല. കാരണം ഒരു ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്ന ഒരു മണ്ഡലം സമ്മേളനം സംഘടിപ്പിക്കാനുള്ള കാരണക്കാരായി മാറുക എന്നുള്ളത് അത് അല്ലാഹു ഞങ്ങൾക്ക് നൽകിയ തൗഫീഖ് മാത്രമായി ഞങ്ങൾ കണക്കാക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച നവംബർ 9 ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഞങ്ങളുടെ പ്രവർത്തകർ, അനുഭാവികൾ ഇവിടെ കൊഴുകിയെത്തി. ഏതാണ്ട് 7000-ലധികം വീടുകളിലേക്ക് ഈ സമ്മേളനത്തിൻ്റെ സന്ദേശവുമായി നമ്മുടെ പ്രവർത്തകർ കയറിയിറങ്ങി. പല സ്ഥലത്തും കയറിയപ്പോൾ അവിടെയുണ്ടായ അനുഭവങ്ങൾ പലരും വാട്സപ്പ് ഗ്രൂപ്പുകളിലും
അല്ലാതെയും ഞങ്ങളുമായി ഷെയർ ചെയ്തിരുന്നു. അവിടെ ഒരിക്കലും ഈ സംഘടനയെ പെരുപ്പിച്ചു കാട്ടാനല്ല ഞങ്ങൾ ആ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നത്. ഈ സംഘടന മുന്നോട്ട് വെക്കുന്ന നന്മകൾ അവർക്ക് പകർന്നു നൽകുക എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യം തന്നെയായിരുന്നു. എന്നാൽ അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു സംഘടനയെ പെരുപ്പിച്ചു കാട്ടി, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നേതാവിനെ പെരുപ്പിച്ചു കാട്ടി, ആ നേതാവിൻ്റെ മഹത്വം പറഞ്ഞ്, ആ നേതാവിൻ്റെ പൊലിമ പറഞ്ഞ് അവരെ ഇതിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരിക എന്നുള്ളൊരു പണിയും ഞങ്ങൾ ചെയ്തിട്ടില്ല എന്ന് അള്ളാഹുവിനെ സാക്ഷിയാക്കി തന്നെ ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. നമുക്കറിയാം, അന്ന് നവംബർ 9 നടന്ന ആ ഡോർ ടു ഡോർ സൗഹൃദ സന്ദർശനത്തിൻ്റെ ഭാഗമായി ഞങ്ങളിലേക്ക് എത്തിയ അന്വേഷണങ്ങൾ, കുടുംബം അനുഭവിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ നേരിട്ട് പങ്കുവെച്ചുകൊണ്ട് ഞങ്ങൾക്കെത്തിയ വിളികൾ നേരിട്ട് ഞങ്ങളോട് പറഞ്ഞ ഒരുപാട് ആൾക്കാർ ഈ സദസ്സിലും ചുറ്റുപാടുമുണ്ട് എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി തന്നെയാണ് പറയുന്നത്. ഇത് നിങ്ങൾക്കെല്ലാവർക്കും എന്നല്ല, ഞങ്ങൾക്കെല്ലാവർക്കും നമുക്കെല്ലാവർക്കുമുള്ള പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു മഹത്തായ സംഗമമാണ് ഇത്. സംഘടനയുടെ പെരുപ്പം കാണിക്കാനുള്ളതല്ല എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയേണ്ടി വരുന്നത്. പലപ്പോഴും പലരും സമ്മേളനങ്ങൾ നടത്തുന്നത് ആരെയോ കാണിക്കാൻ വേണ്ടി, അതല്ലെങ്കിൽ ആരെയോ തോൽപ്പിച്ചു എന്ന പ്രതീതി ജനിപ്പിക്കാൻ വേണ്ടി, എന്നിട്ടൊരു ആത്മനിർവൃതി ഉണ്ടാകുവാൻ വേണ്ടിയാണ് എന്നുള്ളതൊരു സത്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അള്ളാഹുവിൻ്റെ കലാമും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുക, അതോടൊപ്പം നമ്മുടെ സ്വയം ജീവിതത്തിൽ അത് സ്വാംശീകരിച്ചുകൊണ്ട് സ്വയം തസ്കിയത്തും തർബിയത്തും ഉള്ളവരായി മാറാനൊരു കാരണക്കാരായി മാറുക എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. ഇന്നലെ ഈ സമ്മേളന നഗരിയിലുണ്ടായ ഒരു അനുഭവം പറയാം. നമ്മുടെ അടുത്ത പ്രദേശമായ ഇരിട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രദേശത്തുള്ള ഒരു മാന്യ വ്യക്തി ഇവിടേക്ക് വന്നു. ഞങ്ങളിങ്ങനെ പന്തൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇവിടേക്ക് വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. കുറേ ആൾക്കാരുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ പോയിട്ട് സലാം പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങളെന്താ ഞങ്ങളെ സമ്മേളനം അറിയിക്കാതിരുന്നത്? ഞങ്ങൾ മനഃപൂർവ്വം ആരെയും ഒഴിവാക്കിയിട്ടില്ല, പക്ഷേ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. അദ്ദേഹം വിദേശത്തും നാട്ടിലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരാളാണ്. മുജാഹിദ് പ്രസ്ഥാനവുമായി പ്രത്യേകിച്ച് യാതൊരു ബന്ധവുമില്ലാത്ത എന്നല്ല, ഞങ്ങളോട് ബന്ധമേ ഇല്ലാത്ത ഒരു വ്യക്തിയാണ്. എന്നിട്ട് അദ്ദേഹം കുറേ പറഞ്ഞു, ഞാൻ കുറച്ച് ദിവസമായി ഈ ഏരിയ വീക്ഷിക്കുന്നു, ഇവിടെ എന്തൊക്കെ നടക്കുന്നു എന്ന് കേട്ടപ്പോൾ ഞാൻ അന്വേഷിച്ചിട്ട് വന്നതാണ്. നോക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ വന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തോന്നുന്നു, ഇതിൽ എനിക്കും ഭാഗവാക്കാകണം, ഈ നന്മയുടെ മാർഗത്തിൽ എൻ്റെ സമ്പത്തും ചെലവഴിക്കണമെന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ ഒരു എളിയ സംഭാവനയായിട്ട് ഇവിടെ വരുന്ന ആൾക്കാർക്ക് 1000 ബോട്ടിൽ വെള്ളം ഞാൻ തരും. ഇതാ 1000 ബോട്ടിൽ വെള്ളത്തിൻ്റെ വില പറയാനല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് ജനങ്ങൾ നമ്മളെ വളരെ സ്നേഹത്തോടെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്നു. സമൂഹം അനുഭവിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ സമൂഹം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ ധൈര്യപൂർവ്വം അഡ്രസ് ചെയ്യാൻ ഈ ഒരു കൂട്ടായ്മയുണ്ട് എന്നുള്ള ധൈര്യം നമ്മളല്ലാത്ത, ഈ ആദർശ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നവരല്ലാത്ത പൊതുസമൂഹത്തിനുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്ത ബോധം വർദ്ധിപ്പിക്കുകയാണ്. ഇതുപോലെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ ഞങ്ങളുമായി യാതൊരു ബന്ധവുമില്ലാത്ത, സംഘടനാപരമായി നമ്മളുടെ എതിർചേരി നിൽക്കുന്ന ആൾക്കാർ ഇങ്ങോട്ട് വിളിച്ച് ഈ സമ്മേളന ഫണ്ടിലേക്ക് സംഭാവന അവരുടെ വീടുകളിലേക്ക് ഞങ്ങളെ വിളിച്ചു കൊണ്ടുപോയിട്ട് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും. നമുക്ക് ആയത്തിൻ്റെ അർത്ഥമറിയാം. നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കാൻ തയ്യാറായാൽ അള്ളാഹു നിങ്ങളെ തിരിച്ചും സഹായിക്കും, നിങ്ങളുടെ കാൽപാദങ്ങൾ ഉറപ്പിച്ചു നിർത്തും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് നിങ്ങളോട് ആദ്യമായും അവസാനമായും പറയാനുള്ളത്, ഈ സന്ദേശമെത്തിയവർ, ഈ നേരിൻ്റെ തൗഹീദിൻ്റെ സുന്നത്തിൻ്റെ സന്ദേശം ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ഞങ്ങൾ ഈ ചുറ്റുപാടും എത്തിച്ചിട്ടുണ്ട്. ഈ കൊച്ചു സംഘം എണ്ണത്തിൽ വളരെ ചെറുതാണെങ്കിലും ഹൃദയബന്ധം കൊണ്ട് കൂടുതലെടുത്ത ഒരു ചെറിയ കൂട്ടായ്മ. അതുകൊണ്ട് ആ രീതിയിൽ ഈ സ്ഥാപനങ്ങൾ അവിടെ ഉയർന്നു വരുമ്പോൾ ഞങ്ങളുടെ സ്വപ്ന പദ്ധതിയാണത്. അതിലേക്ക് നിങ്ങളുടെ സഹായം ഉണ്ടാകേണ്ടതുണ്ട്. അവസാനം മരിക്കുമ്പോൾ ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹ്സനു വഅബ്ശിറൂ ബിൽ ജന്നത്തില്ലതീ കുൻതും തുഅദൂൻ എന്ന് നമ്മൾ സ്ഥിരമായി കേൾക്കുന്ന അല്ലാഹുവാണ് ഞങ്ങളുടെ രക്ഷിതാവെന്നും എന്നിട്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹിൽ ഇസ്തിഖാമത്തോടു കൂടി നിലനിൽക്കുകയും ചെയ്ത ജനങ്ങൾ മരിക്കാൻ നേരത്ത് മലക്കുകൾ വന്ന് പറയും, അല്ലാ തഹ്സനു, നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, വലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല, നിങ്ങൾക്ക് വാഗ്ദത്തം നൽകപ്പെട്ട സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷ വാർത്ത
അറിയിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. ആ രീതിയിൽ തൗഹീദോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് ശിർക്കിൻ്റെ ലാഞ്ചന പോലും ഇല്ലാതെ ഏകദൈവ വിശ്വാസം മുറുകെ പിടിച്ച് മരിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം. ഒരിക്കൽ കൂടി പറയുന്നു, അഹങ്കാരം ഞങ്ങൾക്ക് ഉണ്ടാകാതിരിക്കാൻ മനസ്സിൻ്റെ ഉള്ളിൽ ഉജുബും റിയാഉം കിബറും കടന്നു വരാതിരിക്കാൻ നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. ഈ പരിപാടി കഴിയുന്നത് വരെ നിങ്ങളെല്ലാവരും ഇതിൻ്റെ അവസാനത്തെ നന്ദി പ്രസംഗം കഴിഞ്ഞ് മാത്രമേ പിരിഞ്ഞു പോകാവൂ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.